ഹലോ. ഇന്ന് ഞാനേ എൻ്റെ ഒരു വിഷമത്തിലായിരുന്നു കേട്ടോ. എന്താണെന്നറിയോ, ഞാൻ മിഞ്ഞാന്ന് അരിയാട്ടാൻ ഇട്ടു രാവിലെ. പക്ഷേ എനിക്ക് കുറേ പണികളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗ്രൈൻഡറിൽ നിന്ന് അത് രാത്രിയാണ് ഇട്ടത്. ഇപ്പോൾ രാത്രി 11 മണി ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഗ്രൈൻഡറിൽ നിന്ന് അരി വാങ്ങിയെടുത്തു. അരി വാങ്ങണ സമയത്ത് എന്നറിയാം, ആദ്യം അരി ഇട്ടത്. അരി ഇട്ടപ്പോൾ വെള്ളം എറി തോന്നി. അപ്പോൾ വെള്ളമൊക്കെ തെറിച്ച് പോകാൻ തുടങ്ങി ഗ്രൈൻഡറിൽ 4 പുറം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ഉഴുന്നുകൂടി അതിലിട്ടു. അതിലിട്ട് പിന്നെ അന്ന് വൈകുന്നേരത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വൈകുന്നേരത്തെ അത് എടുക്കാൻ പറ്റില്ല. പിന്നെ രാത്രി എടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുന്ന സമയത്ത് ഗ്രൈൻഡറിൽ അങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഞാനെന്നും ഈ നമ്മുടെ മരക്കയിലും കൊണ്ട് എടുക്കാറ്. മരക്കയിലും കൊണ്ട് എടുക്കാതെ ഇരുന്നിട്ട് എന്തുകൊണ്ട് കൈ കൊണ്ട്. അപ്പോൾ എൻ്റെ ഈ വിരലിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയൊരു മോതിരം. ഗ്രൈൻഡിൽ നിന്ന് വാങ്ങുമ്പോഴേ പിന്നെ ഗ്രൈൻഡിൽ വരക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ഉരുട്ടതാട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനെന്ത് കാട്ടി, പോയിട്ട് കിടക്കാമെന്ന്. അപ്പോൾ ചെറിയ മോനുണ്ടല്ലോ, വിളിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഒന്നും ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഒരു അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അസറിൽ മഗ്‌രിബിക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോതിരം എടുത്തിട്ടില്ലല്ലോ പറഞ്ഞു പിറ്റേ ദിവസം. അപ്പോൾ പിറ്റേ ദിവസം മോതിരം എടുത്തില്ലോ പറഞ്ഞിട്ട് ഞാനെന്ത് കാട്ടി, ഞാൻ ഇന്ന് രാവിലെ ഞാൻ തുടങ്ങിയ തെരച്ചിൽ ഇന്ന് ഇതാണ്ടോ, ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്രൈൻഡർ അതുപോലെ എല്ലാ സാധനം എല്ലോടും നോക്കി, ഇനി എവിടെയും നോക്കാത്തതില്ല. ഈ അടുക്കള മുതൽ ഈ വർക്കേരിയ മൊത്തം വെച്ചിട്ട് വീതനയുടെ അടിയിൽ ആ ഇവിടെ. പിന്നെ ഇതപ്പോൾ രാത്രി 5:30 മണിക്കാണ് ഞാൻ കബോർഡ് ഇതുണ്ട്, ഈ കബോർഡ് ഈ കബോർഡ് ഇതിലത്തെ പാത്രങ്ങളൊക്കെ വലിച്ചിട്ട് തുടച്ചു വിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതടക്കിന് തുറന്ന് കിടക്കലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിണ്ടാവിച്ചിട്ട് ഒരു എലിക്കുട്ടിനെ കാണുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ എങ്ങനെ ചെയ്യുന്നു, അങ്ങനെ തെരഞ്ഞ് രാവിലെ തുടങ്ങിയ തെരച്ചിലാട്ടോ എനിക്ക്. എന്നിട്ട് ഞാൻ രാവിലെ നീറ്റപ്പോൾ എന്നിട്ട് രാത്രി നോക്കിയപ്പോൾ എന്ത് കാട്ടി, അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ വീണപ്പോൾ വേണേൽ താഴത്തേക്ക് കൊണ്ടുണ്ടാകും. അപ്പോൾ ഞാൻ വീട്ടിലിൻ്റെ അകത്തല്ല വിചാരിച്ചിട്ട് ഞാനും നോക്കിയില്ല. മീനൊക്കെ മേടിച്ചിട്ടോ, മീൻ മേടിച്ചിട്ട് കട്ട്ല മീൻ മേടിച്ചു. അത് വെച്ചില്ല ഞാൻ. കാരണം എന്താ അറിയോ, എനിക്ക് വട്ടലയും വേണ്ട ഒന്നും വേണ്ട, ഞാൻ ഒന്നും ചെയ്തില്ല. എന്നിട്ട് രാവിലെ അരി അടുപ്പത്ത് ഇട്ടു. ചോറ് വെന്തിട്ടില്ല. എന്നിട്ട് കുറച്ചെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് ഇപ്പാക്കുള്ള ചോറ്. അപ്പോൾ ഞാൻ എന്താ കാട്ടുന്ന വേഗം ഉണക്കമാന്തൾ ഉണ്ടായിരുന്നു 2-3 അത് വേഗം മാങ്ങട്ടിട്ട് വേഗം കറി വെച്ച് താളിരൊക്കെ അരച്ചിട്ട് വേഗമാക്കി. പിന്നെ പിടിച്ചക്ക ഉപ്പേരി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് ചൂടാക്കിയപ്പോൾ പപ്പടവും കാച്ചി. അതന്നെ ഇന്നത്തെ ചോറ് കൂട്ടാനും. അങ്ങ് നിൽക്കുകയാണ്. കുളി കഴിഞ്ഞിട്ട് ലോഹസ്കരി കട്ടിയിട്ട് അവൾ വിളിച്ചത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ അവൾ പറഞ്ഞു എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും കൊണ്ട് പോയി. ഞാൻ അങ്ങനെ ചപ്പൊക്കെ അടിച്ചു. അതാണ്ട് മുറത്തിൽ കിടക്കണ്, അത് ഇവിടെ ഉണ്ടായി അടിച്ചു ഒരു ചപ്പാണ്. അതൊക്കെ ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ അനിയത്തി പറഞ്ഞു ഒന്നും കളയണ്ട, അവിടെ ഇരുന്നോട്ടെ പറഞ്ഞു. ഒക്കെ വെച്ചിട്ട് മുറ്റത്ത് കൂടെ കിടക്കുക കേട്ടോ. ഇത്ര മകൾ പിന്നെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയാം, മുത്തമ്മ ലായിലായില്ലാത്ത സുബാനക്ക് ഇനി കുന്തിനൊന്നും ആലുമീൻ ചെല്ലിക്കോളിയും പറഞ്ഞു. അത് ചെല്ലിയിട്ടാണ് നോക്കിയാൽ മതി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് എന്തായാലും ചെല്ലുണ്ട്, ചെല്ലിയൊക്കെ ചെയ്തിക്കുന്നു പറഞ്ഞു, എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും ചെല്ലി. അപ്പോൾ അനിയത്തി എന്താ പറഞ്ഞത്, ഹിളർ നബിൻ്റെ ഉമ്മ എപ്പോഴും എന്താണെന്ന് അറിയാം, എന്തെങ്കിലും കാണാതായി. അപ്പോൾ ഹിളർ നബി ഇല്ലേ, ഹിളർ നബീൻ്റെ പേരിൽ യാസീൻ ഓതും. അപ്പോൾ എന്നോട് പറഞ്ഞു എടി. അപ്പോൾ ഞാനത് വിചാരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഹിളർ നബീൻ്റെ പേരിൽ യാസീൻ ഓതും, എന്നാൽ ഞാൻ ഓതിക്കൊണ്ടെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ ഞാൻ തെരഞ്ഞിട്ട് നോക്കിയേക്ക്. പിന്നെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ പറയുകയാണേ, ഹജ്ജ് പെരുന്നാളല്ലേ വരുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ മൊത്തം ക്ലീനായി. എന്താണെന്നറിയും, മൊത്തം ക്ലീനാക്കി. വർക്കേരിയും സ്റ്റോർ റൂമും പിന്നെ ഇതിപ്പം ഇന്നലെ രാത്രി സ്റ്റാൻഡൊക്കെ ഞാൻ വൃത്തിയാക്കിയതാണ് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പോയി കടന്നത്. അപ്പോഴെൻ്റെ മകൻ വിളിച്ചത്, ഉമ്മ ഈ ഗ്രൈൻഡറിൽ നിന്ന് അരി വാങ്ങുന്ന സമയത്ത് ഇത് കട്ട പിടിച്ചിക്കാൻ വൈകുന്നേരത്തും രാവിലെ കുറച്ച് 12 മണി 1 മണിക്ക് ആട്ടിയത്. പിന്നെ നേരം കിട്ടിയില്ല. അപ്പോൾ പിന്നെ വേഗം കുളിച്ച് നിസ്കരിക്കാൻ പോയി. പിന്നെ അവിടെ നസറു ആയി. അപ്പോൾ പിന്നെ മഗ്‌രിബ് ആയപ്പോൾ പിന്നെ വാങ്ങിയില്ല. അപ്പോൾ രാത്രി ഒക്കെ എടുത്തിട്ട് അവിടെ സമയത്താണ് ഞാൻ മഴ പെയ്തില്ല മിഞ്ഞാന്ന്. അപ്പോൾ എന്നാ വിചാരിച്ചു നന്ദി മഴ പെയ്തിട്ട് എന്താ പറയുക, മഴ പെയ്തില്ല. അപ്പോൾ മഞ്ഞളിഞ്ചി നടാമെന്ന് പറഞ്ഞിട്ട് അതിന് പോയി. 5:30-6 മണിക്ക് ഞാനിത് കട്ടി കോഴികളൊക്കെ കൂട്ടിലാക്കി ഒരു ഭാഗം കൊടുക്കാനായിരിക്കും. അപ്പോൾ വേഗം കോഴിലെ കൂട്ടിലാക്കട്ടെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു സംശയം, ഇതിൻ്റെ ഉള്ളിലിട്ടുണ്ടോണം വെച്ചിട്ട് ഈ കബോർഡിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഞാൻ വൃത്തിയാക്കി. ഇപ്പോഴാണ് വൃത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലൊന്നും കണ്ടാൽ ടോർച്ചിരിക്കുന്നുണ്ട്. അടിച്ച് നോക്കിയിട്ട് ടോർച്ച് അതൊക്കെ നോക്കി. പിന്നെ അങ്ങനെ ടോർച്ചടിച്ച് ഞാനിങ്ങനെ തരികയാണ്. ഇവിടെയൊക്കെ വൃത്തിയാക്കിക്കണം. എന്നാലും ഇവള് പറഞ്ഞു നോക്കിയേക്ക് മുത്തമ്മ ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞു, നിങ്ങൾ അടിച്ചത് വൃത്തിയാക്കി. ഞാൻ നോക്കി ഈ വാഷിംഗ് മെഷീനല്ല അതൊക്കെ നീക്കി. ഞാനേ ഈ വാഷിംഗ് മെഷീനൊക്കെ നീക്കി ഒക്കെ അടിച്ചു വരിക. ഗ്രൈൻഡർ തപ്പെടുത്ത് ഗ്രൈൻഡർ എടുത്തിട്ട് എന്ത് പറ്റുമെന്ന്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഗ്രൈൻഡറിൻ്റെ അടിയിൽ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ കോട്ട കയറിയിട്ട് അതിൽ എലി കയറിയിട്ടുണ്ടാകും പറഞ്ഞു. എലിക്കുട്ടി ഒരു കൊലിക്കുട്ടി കാണുന്നുണ്ട്. പക്ഷെ വേറെ എലികളൊന്നും ചെറിയ ഇത് കാണാം.
നോക്കുമ്പോൾ എന്താ ഉണ്ടായിട്ടെന്ന് വെച്ചിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ ഇതിപ്പോൾ ഗ്രൈൻഡറൊക്കെ എടുത്ത് അതൊക്കെ നോക്കി അപ്പോഴും ഇല്ല. ഞാൻ ഇല്ലാത്ത സുബാനൊക്കെ ഇനി കുഞ്ഞുമിനെ ഹീർനബിൻ്റെ പേരിൽ യാസീൻ ഓതി സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടുപിളി ഇതാണ്ടോ കാണാണ്ടോ ഇതാണ് ഇതോ ഇരിക്കുന്നു മോതിരം കണ്ടോ ഇതാ. ഞാൻ ഇപ്പോൾ ടോർച്ചടിച്ച് നോക്കുമ്പോൾ സാധനം എലി അവിടെ കൊണ്ടിട്ടിക്കുകയാണേ. ഇല്ലാത്ത സുബാനൊക്കെ ഇനി കുന്തുമിനെ വാലുമീന്ന് ചെല്ലി യാസീനോതി നിർലബിൻ്റെ പേരിൽ യാസീനോതിയൊക്കെ ഓതിയപ്പോൾ ഇതാ കിടക്കും. ഞാൻ എടുക്കട്ടെ കേട്ടോ. അത് അങ്ങനെ എടുക്കുക. എനിക്ക് സന്തോഷമായിട്ടോ. അതാണ്ട എൻ്റെ മോതിരം കണ്ട മാവ് നോക്കിയേക്ക് അരിയാട്ടിയ മാവ് അതിൽ കിടക്കണ്. എലി കടിച്ചിട്ട് പോയിക്കുകയാണേ. അല്ലാ ഇന്നലെ തുടങ്ങിയ തെരച്ചില ഞാൻ നോക്കിയേക്ക് എലി മാവ് അങ്ങനെ ഊരി വെച്ചിട്ട് എലി കടിച്ചിട്ട് പോയിക്കാണ. എലി കുറേ തിന്നിക്കണം നോക്കിയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ മാവ്. അപ്പോൾ പഠിച്ചോരെന്താണെന്നറിയോ പോയ സാധനം പഠിച്ചോ നല്ല നല്ല മുതലാണ് നമുക്ക് കിട്ടും. അത് ഉറപ്പാണ് പറഞ്ഞത്. നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അത്രയും നല്ലത്. അപ്പോൾ ഇവർ പറയണ്ടേ എൻ്റെ മോതിരം പോയി ഇതുപോലെ തുടക്കുമ്പോൾ വലിച്ചെറിഞ്ഞിട്ട് പിന്നെ അന്നൊക്കെ വറവും വരെ പുറത്തായിരുന്നു. ഉണ്ട് വറവും വരെ ഞാൻ പട്ടപ്പേരെ ഒന്ന് കത്തിച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് കത്തിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൂട്ടുമ്പോൾ ഉണ്ട് എൻ്റെ മോതിരം കാസിന്ന് എഴുതിയ പേര് എഴുതിയ മോതിരം കിട്ടും അത്രയും മാസം കഴിഞ്ഞിട്ട്. അതുപോലെ കിട്ടിയപ്പോൾ എൻ്റെ ഒറ്റപ്പാലത്ത് വള പോയിട്ട് ഇവർ പണയം വെക്കാൻ പോയിട്ടേ വന്ന് നോക്കുമ്പോൾ ഒരു വള എടുത്തില്ല പറഞ്ഞു. 4 വള കൊണ്ടുപോയി. ഒരു വള കൊടുന്നു, ഒരു വള അങ്ങോട്ടൊക്കെ തിരിച്ചു കൊടുന്നു. അന്ന് ഞങ്ങൾക്ക് ടെമ്പോ ഉണ്ട്. അങ്ങനെ വർഷാപ്പ് പോയി. എന്നിട്ട് നോക്കുമ്പോൾ അവർ തിരിച്ചു വന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ഒരു വള എടുത്ത് അവർ ബാങ്കുകാർ വേണ്ട പറഞ്ഞു എനിക്ക് തന്നിട്ടുണ്ട് പറഞ്ഞു. ഞാനെന്ത് കാട്ടി ഒരു വള ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ കാണാനില്ല. എന്നിട്ട് ഒറ്റപ്പാലം ടൗണിലാണ് പോയത് അന്നത്തെ കാലത്ത് 1985. എന്നിട്ട് ആ സാധനം പിന്നെ ആർക്കോ കിട്ടിയിട്ട് ഏതോ ആൾക്കാർ കണ്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പൈസ കൊടുത്തിട്ട് അന്ന് ആ വള എൻ്റെ വള ഒറ്റ വളയായിരുന്നു. 4 വള പണയം വെക്കൊണ്ട് 3 വള പണയം വെച്ചു. ഒന്നും തിരിച്ചു കൊണ്ട് അത് കൊടുന്നില്ല. എന്നിട്ട് അത് കിട്ടി. അപ്പോൾ ഇവർ പറഞ്ഞു നല്ല മുതലാണ് ഈ കിട്ടും. ഒരു പേടിയും പേടിക്കാൻ എൻ്റെ എവിടെയും പോകില്ല. എന്തായാലും അൽഹംദുലില്ലാ സാധനം കിട്ടിയാലോ സമാധാനം. ഇങ്ങനെ സന്തോഷം പറയാം. രാവിലെ തുടങ്ങിയതാ സങ്കടപ്പെട്ട് തിരഞ്ഞ് എന്തായാലും ഹജ്ജ് പെരുന്നാളായിട്ട് വർക്കേരി പിന്നെന്താണ് അടുക്കളയും ഒക്കെ വൃത്തിയായി. കച്ചറ മൊത്തം പോയി. അത് പടച്ചോൻ്റെ ഒരു ധരിക്കാല്ലേ. ഹജ്ജ് പെരുന്നാളല്ലേ വരും. ഞാനെല്ലാ പോലെ ഹജ്ജ് പെരുന്നാളിന് എല്ലായിടും തട്ടിയടിക്ക് വൃത്തിയാക്കും. അതപ്പോൾ പടച്ചോൻ്റെ ധരിക്കാം. എന്തായാലും കിട്ടിയല്ലോ സമാധാനം. സന്തോഷമായി.